ആലപ്പുഴയിലെ ബാക്ക് വാട്ടേഴ്സിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു കാവ്യ. വെള്ളം ചുറ്റിയ ആ ഗ്രാമം പോലെ തന്നെ അവളുടെ ഹൃദയവും ശാന്തമായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത് ഒരു കാര്യം, കത്തുകൾ എഴുതുന്നത്. ആരുമിപ്പോൾ കത്തുകൾ എഴുതാത്ത കാലത്തും കാവ്യ തന്റെ വികാരങ്ങൾ പേപ്പറിൽ എഴുതാൻ ഇഷ്ടപ്പെട്ടു. അവളുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം ഒരു വ്യക്തി വന്നു, ആദിത്യ. അവനൊരു ട്രാവൽ ഫോട്ടോഗ്രാഫറായിരുന്നു. കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ അവൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ദിവസം അവൻ കാവ്യയുടെ ഗ്രാമത്തിലെത്തി. കാവ്യ അവനെ ആദ്യമായി കണ്ടത് ബാക്ക് വാട്ടേഴ്സിന്റെ കരയിലായിരുന്നു. അവൻ ക്യാമറയിൽ സൂര്യാസ്തമയത്തിന്റെ ചിത്രം പകർത്തുകയായിരുന്നു. കാവ്യ ചോദിച്ചു, "ഈ സ്ഥലത്ത് എന്താണ് പ്രത്യേകത?" ആദിത്യ ചിരിച്ചു. "ഇവിടെയുള്ള ശാന്തത. അത് ചിത്രത്തിൽ പകർത്താൻ പറ്റില്ല, അത് അനുഭവിക്കണം." ആ വാക്കുകൾ കാവ്യയുടെ മനസ്സിൽ പതിഞ്ഞു. അത് അവരുടെ ആദ്യ സംഭാഷണമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവർ പലപ്പോഴും കണ്ടുമുട്ടി. ആദിത്യ അവൾക്ക് തന്റെ യാത്രകളുടെ കഥകൾ പറഞ്ഞു. കാവ്യ അവനോട് തന്റെ ചെറു ലോകത്തെക്കുറിച്ച് പറഞ്ഞു. പതുക്കെ അവരുടെ സൗഹൃദം വളർന്നു. ഒരു ദിവസം കാവ്യ ചോദിച്ചു, "നീ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരിടത്ത് താമസിക്കാൻ തോന്നുന്നില്ലേ?" ആദിത്യ കുറച്ചു നിമിഷം നിശബ്ദമായി. "തോന്നും, പക്ഷെ എന്റെ ജീവിതം ഇപ്പോൾ യാത്രയാണ്." കാവ്യയുടെ ഹൃദയം ആ വാക്കുകൾ കേട്ട് അല്പം മൃദുവായി. ദിവസങ്ങൾ കടന്നുപോയി. ആദിത്യയുടെ യാത്ര അവസാനിക്കാൻ സമയമെത്തി. പോകുന്നതിനു മുൻപ് അവൻ കാവ്യയോട് പറഞ്ഞു, "നിനക്കൊരു വാഗ്ദാനം നൽകാം. നമ്മൾ കത്തുകൾ എഴുതാം. എവിടെയായാലും ഞാൻ നിന്നോട് എഴുതും." കാവ്യയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൾ പറഞ്ഞു, "ഞാൻ ഓരോ ദിവസവും കാത്തിരിക്കും." ആദിത്യ പോയി. ആദ്യ കത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നു. അവൻ തന്റെ യാത്രയുടെ കഥകൾ എഴുതി. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ. അവളത് വായിച്ചു, വീണ്ടും വീണ്ടും വായിച്ചു. അവൾ മറുപടി എഴുതി. ഇങ്ങനെ അവരുടെ ജീവിതം കത്തുകളിലൂടെ ബന്ധപ്പെട്ടു. മാസങ്ങൾ കടന്നുപോയി. കത്തുകൾ പതിവായി വരും. പക്ഷെ ഒരു ദിവസം കത്ത് വന്നില്ല. ഒരാഴ്ച, 2 ആഴ്ച. കാവ്യ കാത്തിരുന്നു. ഓരോ ദിവസവും അവൾ തപാൽക്കാരനെ നോക്കി. പക്ഷെ ഒരു കത്തും വന്നില്ല. മാസങ്ങൾ കടന്നുപോയി. കാവ്യയുടെ മനസ്സിൽ ആശങ്ക വളർന്നു. എന്നാലും അവൾ കാത്തിരിപ്പ് നിർത്തിയില്ല. ഓരോ ദിവസവും അവൾ ഒരു പുതിയ കത്തെഴുതി. അതയച്ചു. പക്ഷെ മറുപടി ഒന്നും വന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഗ്രാമം മാറി, ആളുകൾ മാറി. പക്ഷെ കാവ്യയുടെ കാത്തിരിപ്പ് മാറിയില്ല. ഒരു ദിവസം മഴ പെയ്യുന്നൊരു വൈകുന്നേരം ഒരു പഴയ തപാൽക്കാരൻ അവളുടെ വീട്ടിലെത്തി. അവന്റെ കയ്യിലൊരു പഴയ കത്തുണ്ടായിരുന്നു. "ഇത് വർഷങ്ങൾ മുൻപ് അയച്ചതാണ്, പക്ഷെ ഇപ്പോൾ മാത്രമാണ് കിട്ടിയത്," അവൻ പറഞ്ഞു. കാവ്യയുടെ കൈകൾ വിറച്ചു. അവൾ കത്ത് തുറന്നു. അതിനുള്ളിൽ ആദിത്യയുടെ കൈയെഴുത്ത്. "കാവ്യ, എന്റെ അവസാന